നിജേഷ് അരവിന്ദ്, മുസ്ലിം ലീഗിനെ പറ്റി ഇങ്ങനെ ഒരു പൊതുബോധമുണ്ടാക്കാൻ കോൺഗ്രസ് എത്രമാത്രം സഹായിക്കുന്നു? ഒരു ഉദാഹരണം, കഴിഞ്ഞ ദിവസം ഞാനൊരു കേട്ട ഒരു പ്രസംഗമാണ്. UDF-ന്റെ ഏതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്, കോൺഗ്രസിൻ്റെയോ മറ്റോ. KM ഷാജി ആൾ വർഗീയവാദിയാണെങ്കിൽ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യണം എന്നാണ് കോൺഗ്രസ്സുകാരനായ ഒരാൾ പ്രസംഗിക്കുന്നതായിട്ട് കാണുന്നത്. ഉള്ളതാണോ ഇല്ലാത്തതാണോ, ആണോ നമുക്കറിയില്ല. ഈ പുതിയ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ ഉള്ളതാണോ എന്ന് അറിയില്ല. ഈ മുസ്ലിം ലീഗ് കോൺഗ്രസ് ബന്ധം ഈ പൊതുബോധം സൃഷ്ടിക്കാനും അതുവഴി CPM-ന് ഇത്തരമുള്ള പ്രചാരണം നടത്താനും സഹായകരമാകുന്നുണ്ട് ഈ മേഖലയിൽ. നമ്മൾ കേരളത്തിലെ ജനങ്ങളെ, വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടുള്ള ചില സമീപനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്നുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ കക്ഷി CPM ആണ്. നിങ്ങൾ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണ്ണയം, മറ്റതിലേക്കൊക്കെ പോട്ടെ, സ്ഥാനാർത്ഥി നിർണ്ണയം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ഫാത്തിമ താലിയെ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം ആദ്യത്തെ പ്രതികരണം വന്നത് മന്ത്രിയായിരുന്ന, കോഴിക്കോട് സൗത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന അഹമ്മദ് ദേവർകോവിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന എന്താണ്? ജമായത്ത് സ്പോൺസർ ചെയ്ത സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ താലി എന്നാണ്. ഫാത്തിമ താലിയുടെ അഡ്രസ്സ് കുറ്റിച്ചിറയിലെ ലീഗ് കൗൺസിലറാണ്, MSF ആണ്, ഹരിതയാണ്, പെരുവയലുകാരിയാണ്, പഴയ യൂത്ത് ലീഗ് നേതാവിൻ്റെ മകളാണ്, എല്ലാം അറിയാം. എന്നാലും എന്ത് ചെയ്തു? ഒറ്റ പ്രഖ്യാപനം അവിടെ നടന്നു. അത് ഇന്ന് പേരാമ്പ്രയിൽ, ഞാൻ ഇന്നലെ ചർച്ചയ്ക്ക് പോയി, പേരാമ്പ്ര അത് ഏറ്റുപിടിക്കുന്നത് BJP ആണ് ഏറ്റുപിടിക്കുന്നത്. പേരാമ്പ്രയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത്? പേരാമ്പ്രയിലെ സമുദായത്തിന് കണക്ക് പറയുന്നില്ല, എങ്കിലും അവിടുത്തെ സമുദായത്തിന് കണക്ക് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൻ്റെ വോട്ട് അതിനെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നതല്ല പേരാമ്പ്രയിൽ നൊച്ചാട് പഞ്ചായത്ത്, അവിടെ നൊച്ചാട് പഞ്ചായത്തിലെ ഭൂരിപക്ഷം ഹിന്ദുവാണ്. തൊട്ടപ്പുറത്ത് പേരാമ്പ്ര പഞ്ചായത്ത്, അവിടെ ഹിന്ദു ഭൂരിപക്ഷ പഞ്ചായത്താണ്. തൊട്ടപ്പുറത്ത് ചക്കിട്ടപ്പാറ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പഞ്ചായത്താണ്. തൊട്ടപ്പുറത്ത് കൂത്താളി ഹിന്ദു ഭൂരിപക്ഷ പഞ്ചായത്താണ്. ചങ്ങരോത്താണ് ഏകദേശം 50-50 എന്ന് പറയുന്നത്. മേപ്പ് ഉയർത്തി കഴിഞ്ഞാൽ വീണ്ടും ഹിന്ദു ഭൂരിപക്ഷ പഞ്ചായത്താണ്. അപ്പുറത്ത് അരിക്കുളം ഹിന്ദു ഭൂരിപക്ഷമാണ്, കീഴരിയൂർ ഹിന്ദു ഭൂരിപക്ഷമാണ്, പിന്നെ തുറയൂരാണ് എന്ന് മുസ്ലിം ഭൂരിപക്ഷ പഞ്ചായത്ത്. ഇതാണ് അവിടുത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അല്ല പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി പേരാമ്പ്രയിലെ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായം, ആ ഭൂരിപക്ഷ സമുദായം ഹൈന്ദവരാകുമ്പോൾ ആ ഹൈന്ദവതയെ എങ്ങനെ ഒന്ന് പ്രകോപിപ്പിച്ചെടുക്കാം എന്നൊരു ധാരണ CPM-ന്റെ അകത്തുണ്ടായി. ഇപ്പം വടകര എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ളതാണ്. ആദ്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 തവണ മത്സരിച്ചു, പിന്നീട് K മുരളീധരൻ വന്നു, പിന്നെ ഷാഫി വന്നു. വോട്ടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, എല്ലാ മണ്ഡലത്തിലും വോട്ട് ചെയ്യുന്നു. ജാതിയും മതവും നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് എന്നൊരു ധാരണ സൃഷ്ടിക്കാൻ CPM ശ്രമിച്ചു. 96 തുടങ്ങിയതാ. AK ആന്റണി, ഒരു പക്ഷേ ക്രിസ്ത്യാനികളില്ലാത്ത തിരൂരങ്ങാടി സീറ്റിലേക്ക്, ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിലേക്ക് AK ആന്റണി മത്സരിക്കാൻ വന്നപ്പോൾ CPM അവിടെ മത്സരിപ്പിച്ചത് ആരെയാ? NA കരീം. നിങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ടോ NA കരീം എന്ന് പറയുന്ന ഒരാളെ? പിന്നെ മത്സരിപ്പിച്ചിട്ടേ ഇല്ല. എന്താ? ഭൂരിപക്ഷ സമുദായം മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥിയെ വെച്ച് കഴിഞ്ഞാൽ വോട്ട് കിട്ടും എന്നൊരു മിഥ്യാധാരണ ഉണ്ടാക്കി. ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത് VS ജോയി തിരുവമ്പാടിയിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു വരരുത്, VS ജോയി മത്സരിക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ്. ഇപ്പോൾ തവനൂർ മത്സരിക്കുന്നു, ജയിക്കാൻ പോകുന്നത്. അതാണ് കേരളത്തിലെ ഒരു പുതിയ മുഖം തുറക്കേണ്ടത്. അല്ല നമ്മൾ പറയുന്നത് പോലെ ഹിന്ദു ഉള്ളിടത്ത് ഹിന്ദു ജയിക്കട്ടെ, മുസ്ലിം ഉള്ളിടത്ത് മുസ്ലിം ജയിക്കട്ടെ, നായർ ഉള്ളിടത്ത് നായർ ജയിക്കട്ടെ, ഈഴവനുള്ളത് ഈഴവൻ ജയിക്കട്ടെ. ഇതൊരു പൊളിറ്റിക്സ് ആണോ? ആ ഒരു പൊളിറ്റിക്സിനെ ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എവിടെ അതിനെ എങ്ങനെ പ്രകോപിപ്പിച്ചെടുക്കാമെന്ന് CPM പോലെയുള്ള ഒരു പുരോഗമന രാഷ്ട്രീയ പാർട്ടി തയ്യാറെടുക്കുമ്പോഴാണ് നമുക്ക് വളരെ പ്രയാസം തോന്നുന്നത്. നമ്മൾ CPM-നോട് അങ്ങേയറ്റത്ത് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല. അവരുടെ മതേതര മൂല്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് വേണമെന്ന് വിശ്വസിക്കുന്ന, അവിടെ വന്ന് മാധ്യമ പ്രവർത്തകനായ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയുന്നത് അത് പോലീസ് അന്വേഷിക്കട്ടെ. നിങ്ങളുടെ മുന്നിലല്ലേ ശ്രീ ജയചന്ദ്രൻ പോലീസ് അന്വേഷിച്ചത്? കാഫർ സ്ക്രീൻഷോട്ട് എവിടെ എത്തിയ അന്വേഷണം? DYFI നേതാവായ ഒരു അധ്യാപകനായ റിബേഷാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അധ്യാപകൻ, നിങ്ങൾ അടിവരയിടണം. അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കേണ്ട, കുട്ടികളെ മതേതര മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട റിബേഷ് എന്ന് പറയുന്ന അധ്യാപകനാണ് ഇത് തുടങ്ങിയത് എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് അന്വേഷണം അവസാനിക്കുക. കഴിഞ്ഞ ദിവസം ബോംബ് എറിഞ്ഞു, അതും ഒരു അധ്യാപകനാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, അധ്യാപകരായ DYFI-കാർ ബോംബ് എറിയുന്നു, ഇതുപോലെയുള്ള മത ധ്രുവീകരണം ഉണ്ടാക്കുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നു. ആ അവസ്ഥയിലേക്ക് CPM എത്തുന്നു. ഞാനിവിടെ പറഞ്ഞതാണ് ആ ശബ്ദത്തിന്റെ ഉടമ. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ നാട്ടുകാരനായ നടുവണ്ണൂരിലെ സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോക്കകത്തുള്ള രാമചന്ദ്രൻ മാഷുടെ ശബ്ദമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്വേഷിച്ച് വേറെ എങ്ങോട്ടും പോണ്ട. രാമേന്ദ്ര മാഷ് നടുവണ്ണൂർ, അയാൾ രാഷ്ട്രീയക്കാരൊന്നുമല്ല, അയാൾ എല്ലാവർക്കും ശബ്ദം കൊടുക്കുന്ന ആളാ. ആ ശബ്ദം കൊടുക്കുന്ന ആളുടെ സ്റ്റുഡിയോയിലാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ആ ജീപ്പിന്റെ നമ്പർ, ഇലക്ഷൻ കമ്മീഷൻ ജീപ്പിന്റെ നമ്പർ ഉണ്ടല്ലോ, ആരൊക്കെ പെർമിഷൻ എടുത്തു എന്ന് അന്വേഷിക്കാൻ അങ്ങ് കാസർഗോഡ് വരെയും ക്യൂവയിലേക്കൊന്നും പോണ്ടല്ലോ, കോഴിക്കോട്ടുണ്ടല്ലോ, പേരാമ്പ്രയിലുണ്ടല്ലോ.